ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ട് എന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡെസ്കിൽ വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡെസ്ക് ഡെക്കോർ ഐഡിയാസ് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഡെസ്കിന്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാം കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പഴയ ഫ്രെയിം ഒക്കെ എടുക്കുക. അതിപ്പോൾ ചെയ്തതായാലും മതി. ഈ ഒരു ഫ്രെയിം ഞാനൊരു 1 ഇയർ മുന്നേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിനി. അപ്പൊ ഇതിനൊരു ചെറിയ മേക്ക് ഓവർ കൊടുക്കാ വിചാരിച്ച്. ഇനി വേണ്ടത് ഒരു പഴയ ബുക്കാണ് കേട്ടോ. പഴയ തന്നെ ആവണമെന്നില്ല, ഇനിയിപ്പോ പുതിയ പേജസ് ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അതായത് കീറി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് കൈ വെച്ചിട്ട് കീറുക, എന്നിട്ട് വീണ്ടും കീറി കൊടുക്കണം. പിന്നെ ആ ഒരു ഫ്രെയിമിലുള്ളത് പറിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് അതിപ്പോ അങ്ങനെ തന്നെ നിന്നോട്ടെ, എന്തായാലും അതിന്റെ മേലക്കാണ് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ, അതായത് ഈ കാണിക്കണ പോലെ ഒന്ന് കീറി കൊടുക്കുക, എന്നിട്ട് ഓരോന്ന് ഇങ്ങനെ ഒന്നിന് മേലെ ഒന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ ഓരോ പേജസ് ഇങ്ങനെ ഒട്ടിച്ച് ഇത് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ഡെക്കറേഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡ് ഭാഗത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ തീയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു മോഡലൊക്കെ ആക്കാട്ടോ. ഇനിയിപ്പോ നമ്മള് ഇതിന്റെ ബാക്കി പുറത്തേക്ക് വന്നിട്ടുള്ള ഈ പേപ്പറൊക്കെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. എനിക്കിത് ഇങ്ങനെ കണ്ടപ്പോ ഇതിന്റെ മേലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു റോസ് ഫ്ലവർ ഒക്കെ ഒട്ടിക്കാനാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതല്ല കേട്ടോ, ഒരു കോഡ്സ് എന്തെങ്കിലും എഴുതി കൊടുക്കാന്നാ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തായാലും ഇങ്ങനെ പ്രിന്റ് എടുത്തിട്ടുള്ള കുറച്ച് ആൽഫബറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് ഓരോ ലെറ്റർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അത് എന്താ പറയാ, അത് അങ്ങനത്തത് ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് ആണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാട്ടോ. ഇനിയിപ്പോ നിങ്ങൾ ഇതേപോലെ പ്രിന്റ് ചെയ്ത് തന്നെ ഒട്ടിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് പെയിന്റ് വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്കെച്ച് പെൻ വെച്ചിട്ടൊക്കെ കോഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുത്താൽ മതി. ഞാൻ പിന്നെ കുറച്ച് ആർഭാടം കൂടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതേപോലെ കുറച്ച് സ്റ്റാറിന്റെ സ്റ്റിക്കറും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സംഭവം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഒരു ഫോട്ടോ ഫ്രെയിമോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസോ ജസ്റ്റ് ഒരു ചട്ടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പൊ നമ്മളെ ഡെസ്കിന്റെ സൈഡിൽ വെക്കാൻ ഒരു അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടി കിട്ടിയിട്ടില്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും മോട്ടിവേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള എന്തെങ്കിലും കോഡ്സോ കാര്യങ്ങളൊക്കെ ഇതേപോലെ എഴുതി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ ഇത് കുറെ കണ്ട് കണ്ട് മടുക്കുമ്പോൾ എനിക്ക് ഈ സ്റ്റിക്കറൊക്കെ മാറ്റിയിട്ട് ഇതിൽ തന്നെ വേറെ എന്തെങ്കിലും കോഡ്സ് ഒക്കെ എഴുതി കൊടുത്താൽ മതി. അടുത്തത് ഒരു ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ടുള്ള ഐഡിയ ആണ്. ടാബിലിന്റെ സൈഡിൽ ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് യൂസ് ആണ് ഉള്ളത്. അത് ഞാൻ വയ്യെ പറഞ്ഞുതരാട്ടോ. അപ്പൊ ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക, കേക്ക് നന്നായിട്ട് വൃത്തിയാക്കുക കേട്ടോ. ഇനി ഇതിന് മേലെ എൻ്റെ ആദ്യത്തെ ഒരു പ്ലാൻ വെച്ചാല് എൻ്റെ തന്നെ ഫോട്ടോസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പഴയ മോഡൽ വിൻറ്റേജ് ടൈപ്പിൽ ഇങ്ങനെ റെട്രോ തീമിലൊക്കെ എടുത്തിട്ട് അത് ഒട്ടിക്കാൻ ഇനി പ്ലാൻ. പിന്നെ ഞാൻ ആ പ്ലാൻ മാറ്റിയിട്ട് പെയിന്റ് ചെയ്താലോ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി അതും വേണ്ട, സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഇതേപോലെ സ്റ്റിക്കർ ഒട്ടിക്കാന്ന്. എന്റെ ഷോർട്സ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ ഞാൻ റീസെന്റ് ആയിട്ട് മേടിച്ചത് കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോ ഇതേപോലെ രണ്ട് സൈഡിലായിട്ട്, അതായത് ഈ ഒരു ബോട്ടിലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രണ്ട് സൈഡിലായിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു ക്ലിയർ സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടാലും കുഴപ്പമില്ല, നല്ല രീതിക്ക് ലൈറ്റ് ഒക്കെ പുറത്തേക്ക് വരും. അപ്പൊ ഇങ്ങനെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ മോഡലൊക്കെ മാറ്റണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്കറൊക്കെ പറിച്ച് കളഞ്ഞാൽ മതിയല്ലോ. പിന്നെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞാൻ ഇതേപോലത്തെ സ്റ്റിക്കർ പോളറോയിഡ് ഒട്ടിച്ചു കൊടുക്കാട്ടോ ചെയ്യുന്നത്. അതേം വിചാരിച്ചത് എൻ്റെ കയ്യിൽ എൻ്റെ തന്നെ ഫോട്ടോസ് ഉണ്ട്, പോളറോയിഡ് പിക്ചർ, അത് ഒട്ടിച്ചാലോ വിചാരിച്ച്. പക്ഷെ അത് സ്റ്റിക്കർ പ്രിന്റ് അല്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു പോളറോയിഡ് ആണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ.
ഇതിന് കൂടെ തന്നെ കോഡ് സ്റ്റിക്കർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒട്ടിച്ചാൽ കുറച്ചും കൂടി ഭംഗി കിട്ടും. സോ ഇങ്ങനൊരു ഗ്ലാസ് ബോട്ടിൽ നമ്മളെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളിൽ വെക്കാൻ ഇത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം ട്ടോ. ഒന്നാമത് നമുക്ക് ഇതേപോലെ ഫെയറി ലൈറ്റ് യൂസ് ചെയ്യാം. എന്റെ വീഡിയോയിൽ അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ബോട്ടിൽ കുറച്ച് ലൈറ്റ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഈ ഒരു ലൈറ്റ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ, അത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ബാക്കിയാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ ഇട്ടിട്ടുള്ളത്. ഇതിപ്പോ എങ്ങനെയുണ്ട്, കാണാൻ അടിപൊളിയല്ലേ? ഈ ഒരു ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 2-3-4 വർഷം മുന്നേ മേടിച്ചതാണ് കേട്ടോ. അതും 60 രൂപക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പൈസക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടും വെർത്താണ് കേട്ടോ. ഇങ്ങനത്തെ ലൈറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ അടിയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ബോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റ് എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. അടുത്തത് നമുക്ക് ക്ലേ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാം ട്ടോ. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുക നമ്മൾ ഫോട്ടോ ഹോൾഡർ ഒക്കെയാണ് ഉണ്ടാക്കണത് എന്ന്. ആ ഒരു ഐഡിയ നല്ലതാണ് കേട്ടോ. ഓൾറെഡി 2 ഫോട്ടോ ഹോൾഡർ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാൻഡിൽ ഹോൾഡർ ആണ് കേട്ടോ. ലൈക്ക് ദിസ്. ഈ ഒരു ഐഡിയ ഞാൻ കുറേ ആയിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഉള്ള ഗ്ലാസ്സിൽ വരുന്ന ക്യാൻഡിലൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുള്ളത് സാധാ മെഴുകുതിരി ഉണ്ടല്ലോ, അത് കുറച്ച് കട്ടി കൂടിയിട്ടുള്ളത്, അതൊക്കെ നമ്മൾ ഡെസ്കിന്റെ സൈഡിലൊക്കെ വെക്കുന്നത് കാണലുണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് കട്ടി കൂടിയിട്ടുള്ള ഒരു ക്യാൻഡിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെക്കാനുള്ള ഒരു ഹോൾഡർ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എന്റെ കയ്യിൽ ക്ലേ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ വളരെ തിക്ക് കുറച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഹോൾഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒന്ന് ഞാൻ വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ എനിമൽ പ്രിന്റ് ആണ് ട്ടോ ചെയ്യുന്നത്. ആ ഒരു പിക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതേപോലെ പിങ്ക് പെയിന്റ് വെച്ചിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാൻഡിൽ ട്ടോ. ഈ ഒരു ക്യാൻഡിൽ മേടിച്ചപ്പോ 35 രൂപയാണ് ആയത് തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാൻഡിലിന്റെ, അതായത് ആ ഒരു മെഴുകുതിരിന്റെ ഇടയിലൊക്കെ കുറച്ച് കുറച്ച് ക്യാപ്പ് നിങ്ങൾ കണ്ടല്ലോ, അവിടെയും കൂടി ഞാൻ പിങ്ക് കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മാച്ചായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതോടെ ഉണങ്ങിയിട്ട് അതിന്റെ മേലെ വാർണിഷും കൂടി അടിക്കാം. പിന്നെന്താ, നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഈ ഒരു ക്യാൻഡിൽ വെച്ചു കൊടുക്കാട്ടോ. സംഭവം അത്രേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് കത്തിച്ചും കൂടി കൊടുക്കാട്ടോ. ഇതിങ്ങനെ പിങ്കും പിങ്കും ആയതുകൊണ്ട് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ? ഈ ഒരു ഓർഡർ തന്നെ നമുക്ക് പല വെറൈറ്റിയിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐഡിയ നോക്കുക, ഇതേപോലെ ഒരെണ്ണം ബാഗ് ഉണ്ടാക്കിയിട്ട് സൈഡിൽ വെച്ചോളിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.